ആദ്യ 3-4 റൗണ്ടിൽ തന്നെ ചിത്രം വ്യക്തമാക്കിയിരിക്കുന്നു. പാലക്കാട്ടും ചേലക്കരയിലും, ചേലക്കരയിൽ LDF തന്നെ, ചേലക്കരയിൽ UR പ്രദീപ് തന്നെ സംശയമില്ലാത്ത തരത്തിൽ ലീഡ് ക്രമാനുഗതമായി പ്രതീക്ഷിച്ച പോലെ തന്നെ വർദ്ധിപ്പിക്കുന്നു, ഉയർത്തുന്നു. അത് 10,000-ന് മുകളിലേക്ക് എത്തുമെന്ന് തോന്നിപ്പിക്കുന്ന ഡിജിറ്റിലാണ് ഇപ്പോൾ ഉള്ളത് 6345. അതേസമയം പാലക്കാട്ട് ചിലത് സംഭവിച്ചു. BJP കോട്ടകളിൽ കടന്നു കയറിയിരിക്കുന്നു. UDF വോട്ട് സമാഹരിക്കുന്ന മിഷനായി രാഹുൽ മാറുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. BJP വിശ്വസിച്ച ഇടത്ത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നു. ആ കോട്ടയൊക്കെ പൊളിഞ്ഞു പോയിരിക്കുന്നു. അവിടെ കൊടിനാട്ടിയിരിക്കുകയാണ്. UDF അവിടെ മുന്നിൽ തേരോട്ടം നടത്തുകയാണ്. ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നോക്കിയാൽ LDF-ന്റെ സിറ്റിംഗ് സീറ്റ് അവർ നിലനിർത്തിയിരിക്കുന്നു. അതായത് LDF-നെ സംബന്ധിച്ച് ആശ്വാസകരം. UDF പാലക്കാട് BJP-യുടെ വോട്ടുകൾ അടക്കം പിടിച്ചുകൊണ്ട് വിജയിക്കുന്നു. അപ്പൊ രണ്ട് കൂട്ടർക്കും ആശ്വാസം. BJP ആണ് തൃശ്ശൂർ ജയിച്ച ആ ആത്മവിശ്വാസം നിന്ന BJP ആണ് പാലക്കാട് പിന്നോട്ട് പോകുന്നത്. LDF-നും UDF-നും നിയമസഭയിലേക്ക് അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ഫലശ്രുതി. ഒപ്പം വയനാട് ലോക്സഭാ മണ്ഡലം ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും നിലനിർത്തുന്നു. അത് എത്ര വോട്ടിന് എന്നുള്ളത് അന്തിമമായിട്ടില്ല. കഴിഞ്ഞ തവണത്തെക്കാൾ വലിയ ഭൂരിപക്ഷത്തിന് നിലനിർത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത്ര വലിയ ഒരു ലീഡിലേക്കാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ രാഹുൽ ഗാന്ധി നേടിയ 4,31,000-ന് മുകളിലേക്ക് പ്രിയങ്ക ഗാന്ധി പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ വയനാട്ടിലെ സംഖ്യ. പ്രിയങ്കയുടെ ലീഡ് 85,000 കടന്നിരിക്കുന്നു. 85,533 വോട്ടുകൾ ലീഡായി കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ തേരോട്ടം തുടരുന്നത്. അതേസമയം പാലക്കാടേക്ക് തന്നെയാണ് നമ്മുടെ ആകാംക്ഷ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്. അടുത്ത റൗണ്ട് എന്തു മാറ്റമാണ് അവിടെ ഉണ്ടാക്കുക? RSS ശക്തി കേന്ദ്രങ്ങളിലേക്ക് വോട്ടെണ്ണൽ നടക്കുന്ന സമയത്ത് ഈ ലീഡ് മറികടക്കാൻ BJP-ക്ക് കഴിയുമോ? അതോ ലീഡ് നില കുറയ്ക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ? കോൺഗ്രസിന്റെ കോട്ടകളിലേക്ക് വോട്ടെണ്ണൽ കടക്കുന്ന സമയത്ത് എന്തായിരിക്കും മാറ്റം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ലീഡ് നില എങ്ങനെ ഉയർത്തുന്നത്? പാലക്കാട് ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് തന്നെ മുന്നോട്ട് പോകുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് വരും നിമിഷങ്ങൾ നമുക്ക് മറുപടി നൽകേണ്ടതുണ്ട്. സമയം നോക്കൂ, 10:02 അറിഞ്ഞില്ല. 2 മണിക്കൂർ പോയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ TVക്ക് മുന്നിൽ തന്നെ ഇരുന്ന് കഴിച്ചോളൂ. എന്തായാലും കഴിക്കാനുള്ള സമയമായി 10:02. ഏറെക്കുറെ കാര്യങ്ങളിലൊക്കെ ഒരു ധാരണ വന്ന് തുടങ്ങിയിട്ടുണ്ട്, ഒരു വ്യക്തത വന്നു തുടങ്ങിയിട്ടുണ്ട്. ആകാംക്ഷ പക്ഷേ ഇനി എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്നതാണ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ പ്രത്യേകിച്ച് 5-ാം റൗണ്ടിന്റെ കൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 5-ാം റൗണ്ടിൽ മൂത്താന്തറയും വടക്കുംതറയും എണ്ണുമ്പോൾ രാഹുലിന്റെ ലീഡ് കുറച്ച് കുറഞ്ഞേക്കാം. പക്ഷേ 6-ാം റൗണ്ടിൽ ജൈനിമേടും ചാത്തപുരവും കൊപ്പവും എണ്ണുമ്പോൾ തന്നെ അത് തിരിച്ചു പിടിക്കും രാഹുൽ. അത് കഴിഞ്ഞ് കുന്നത്തൂർമേടും കൽമണ്ഡപവും മണപ്പുള്ളിക്കാവും എണ്ണുമ്പോൾ രാഹുലിന്റെ ലീഡ് 1000-ന് മുകളിലാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ 8-ാം റൗണ്ട് കഴിഞ്ഞ് യാക്കരയും നെയ്ക്കാരത്തരവും കഴിഞ്ഞ് പിഴായിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു 5,000-ഓളം വോട്ടിന്റെ കുറഞ്ഞത് 3,500 വോട്ടിന്റെങ്കിലും മേൽക്കൈ രാഹുലിന് ഉണ്ടാകും. ഒരു ട്രഷർ ഹണ്ട് പോലെ ഓരോ ഇടങ്ങളിൽ നിന്ന് വോട്ട് സമാഹരിച്ച്, വോട്ട് വെട്ടി സമാഹരിച്ച് അതിങ്ങനെ ട്രോളി ബാഗ് നിറഞ്ഞു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പാലക്കാട് നഗരസഭാ മേഖലയിൽ നിന്ന് 5,000-ൽ കുറയാത്ത ലീഡ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായാൽ പിരായിരിയിൽ കിട്ടുന്ന ഒരു 6,000 കൂടെ കൂട്ടിയാൽ 10,000-ന് മുകളിലേക്ക് ടോട്ടൽ ലീഡ് പോകും. അതായത് 10,000-ന് മുകളിൽ ലീഡ് എന്ന കോൺഗ്രസുകാർ പരസ്യമായി പറഞ്ഞാലും രഹസ്യമായി ആരും സമ്മതിക്കാതിരുന്നാൽ ലീഡിലേക്ക് രാഹുൽ എത്തുകയാണ്. അങ്ങനെ പിരായിരിയും നഗരസഭയും കൂട്ടി 10,000-ലേക്ക് ലീഡ് എത്തിയാൽ മാത്തൂരും കണ്ണാടിയും കൂടി എണ്ണുമ്പോൾ എങ്ങനെയാലും 13,500, 4,000, 5,000 വോട്ട് വരെ ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു 15,000 തൊടുന്ന ലീഡിലേക്ക് വരെ മാന്ത്രിക സംഖ്യയാണ് കേട്ടോ പാലക്കാട് സംബന്ധിച്ച്. 10-നും 12-നും കണ്ണാടിയിലും മാത്തൂരിലും അവിടെ പരമാവധി LDF UDF തമ്മിലാണ് അവിടെ മത്സരം. അവിടെ BJP 3-ാം സ്ഥാനത്താണ്. പക്ഷേ 15-ലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. നോക്കാം 15-ലേക്ക് എത്തുമോ എന്ന് നോക്കാം.